എങ്ങും ഫുട്ബോൾ തരംഗമാണല്ലോ. രസകരമായൊരു ഫുട്ബോൾ ചലച്ചിത്രവുമായിട്ടാണ് ഇന്ന് സിനിമാ കഥ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണേ. കഴിയുമെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണ് എന്ന് കമന്റ് ബോക്സിൽ പറയൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് കടുത്തൊരു ഫുട്ബോൾ മത്സരത്തിൽ നിന്നുമാണ്. എന്നാൽ മത്സരത്തിനിടയിൽ പെട്ടെന്ന് യൂൺ ഹോങ്ഡെ എന്നു പേരുള്ള ഒരു കളിക്കാരൻ തന്റെ സ്വന്തം ടീമിന്റെ ക്യാപ്റ്റനോട് മത്സരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഹോങ്ഡെ തന്റെ ക്യാപ്റ്റന്റെ പിന്നാലെ ഓടുകയും പന്ത് പിടിച്ചു വാങ്ങാൻ ഒരു പോരാട്ടം നടത്തുകയും ചെയ്തു. ഈ പ്രവൃത്തിയൊക്കെ ഉണ്ടായിരുന്ന കാണികളെ ആശയക്കുഴപ്പത്തിലാക്കി. അവർ അത്ഭുതപ്പെടുകയും ചെയ്തു. മത്സരം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഒരു സംഗതി നടന്നു. ഹോങ്ഡെയും സഹതാരങ്ങളും ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടർമാർ ഫുട്ബോളിനെ കുറിച്ച് ചോദിക്കുന്നതിന് പകരം ഹോങ്ഡെക്കടുക്കൽ വ്യക്തിപരമായ കാര്യങ്ങളായിരുന്നു ചോദിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മയെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ വാണ്ടർ ലിസ്റ്റിലുണ്ട്. ആ ചോദ്യങ്ങൾ കേട്ടതും അസ്വസ്ഥനായ ഹോങ്ഡെ കളി തുടങ്ങിയപ്പോൾ മുതൽ തികച്ചും വൈകാരികമായിട്ടായിരുന്നു പെരുമാറിയത്. തീർച്ചയായും ഫീൽഡിലെ ഹോങ്ഡെയുടെ ആ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ കളിയും ടീമിനെ നിരാശപ്പെടുത്തി. ഒടുവിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. ആ സംഭവത്തിന്റെ ഫലമായി കോച്ച് ഹോങ്ഡെയോട് അന്ന് വളരെയധികം ദേഷ്യപ്പെട്ടു. ഒടുവിൽ അവർ അവിടെ നിന്ന് മടങ്ങാനിറങ്ങുമ്പോൾ റിപ്പോർട്ടർമാർ വീണ്ടും അവരുടെ അടുത്തു വന്നു. ഒരു റിപ്പോർട്ടർ ഹോങ്ഡെയുടെ അമ്മയെക്കുറിച്ചുള്ള വാർത്തയുടെ കാര്യം വീണ്ടും ചോദിച്ചു. ദേഷ്യം വന്ന ഹോങ്ഡെ തന്റെ കൈകൊണ്ട് റിപ്പോർട്ടറുടെ കണ്ണിലിടിച്ചു. പെട്ടെന്ന് തന്നെ ഈ സംഭവം മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. സോഷ്യൽ മീഡിയയിൽ സംഗതി വൈറലായി മാറി. മാത്രമല്ല ഹോങ്ഡെ കണ്ണിൽ ഇടിക്കുന്ന രംഗം ഒരു ഗെയിമിന്റെയും മീമിന്റെയും ഒക്കെ രൂപത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. ഹോങ്ഡെ കേസ് അങ്ങനെ വൈറലായതും ഫുട്ബോൾ അധികൃതർ ആശങ്കാകുലരായി. ഇരയായ വ്യക്തി ഒത്തുതീർപ്പിന് തയ്യാറായെങ്കിലും മൊത്തത്തിൽ ഫുട്ബോൾ സമൂഹം ഹോങ്ഡെക്ക് ശിക്ഷ വിധിച്ചിരുന്നു. ഒടുവിൽ ഹോങ്ഡെയുടെ ചീത്തപ്പേര് മാറ്റി സൽപ്പേര് വീണ്ടെടുക്കുന്നതിനായി കോച്ചിനൊരു ബുദ്ധി തോന്നി. കോച്ച് ഹോങ്ഡെയോട് എല്ലാം മറന്ന് ഒരു സന്നദ്ധ പ്രവർത്തനം നടത്താൻ ആവശ്യപ്പെട്ടു. ഭവനരഹിതരായ അഥവാ ഹോംലെസ് ആയ ആളുകളെ, തെരുവിൽ കഴിയുന്നവരെ നല്ല ഫുട്ബോൾ കളിക്കാരാക്കാൻ പരിശീലിപ്പിക്കാനായിരുന്നു കോച്ച് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്. ഇതേ സമയം ഹോങ്ഡെയുടെ ഈ ശ്രമങ്ങളും പരിശീലന പരിപാടികളുമൊക്കെ റെക്കോർഡ് ചെയ്യും. ഹോങ്ഡെയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി സിനിമയാക്കി മാറ്റും. അടുത്ത 2 മാസത്തിനുള്ളിൽ ഹോംലെസ് വേൾഡ് കപ്പ് എന്ന പേരിൽ ലോകോത്തര ഭവനരഹിത ഫുട്ബോൾ മത്സരം നടക്കാനിരിക്കുകയാണ്. ആ സമയം ഡോക്യുമെന്ററി പുറത്തുവിട്ട് അതിലൂടെ പൊതുജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റാനും ഹോങ്ഡെയുടെ നല്ല പേര് വീണ്ടെടുക്കാനും സാധിക്കും എന്ന കോച്ച് പ്രതീക്ഷിച്ചു. ഹോങ്ഡെ ആദ്യം കോച്ചിന്റെ ഈ നിർദ്ദേശം നിരസിച്ചു. കാരണം ഫുട്ബോൾ ലോകത്ത് നിന്ന് വിരമിക്കാൻ ഹോങ്ഡെ യഥാർത്ഥത്തിൽ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ പേര് വീണ്ടെടുക്കണം എന്ന ചിന്തയൊന്നും ഹോങ്ഡെക്കുണ്ടായിരുന്നില്ല. പക്ഷെ കോച്ച് ഹോങ്ഡെയുടെ അമ്മയുടെ കാര്യം ഹോങ്ഡെയെ ഒന്നുകൂടി ഉണർത്തി. അമ്മയ്ക്ക് പണത്തിന്റെ ആവശ്യമുള്ള കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. അതോടെ വിമുഖതയോടെയാണെങ്കിലും ഹോങ്ഡെ കോച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് സമ്മതിച്ചു. ഹോങ്ഡെയുടെ പേര് തൽക്കാലത്തേക്ക് ഹോറാക്ക് എന്ന് മാറ്റാനും കോച്ചിന് ആശയമുണ്ടായിരുന്നു. അതിനർത്ഥം തന്നെ എന്നെന്നും സന്തോഷത്തോടെ ജീവിക്കുക എന്നാണ്. അടുത്ത ദിവസം ഹോറാക്കിനെ അഥവാ ഹോങ്ഡെയെ കാണാൻ ലീ സോമിൻ എന്ന ഡോക്യുമെന്ററി ഫിലിം പ്രൊഡ്യൂസർ എത്തി. പ്രേക്ഷകരുടെ ഹൃദയം തൊടുന്ന ഡോക്യുമെന്ററികൾ നിർമ്മിക്കുന്നതിൽ സോമിനേറെ പ്രശസ്തയാണ്. ആ സമയത്ത് ഭവനരഹിതർ ഫുട്ബോൾ കളിക്കുന്ന ചില ദൃശ്യങ്ങൾ സോമിൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ആ വീഡിയോയിൽ ഭവനരഹിതർക്ക് ഫുട്ബോൾ കളിക്കുന്നതിൽ യാതൊരു നൈപുണ്യവുമില്ല എന്ന കാര്യം വ്യക്തമായിരുന്നു. ഫുട്ബോൾ കളിക്കുന്നതിനു പകരം ഫീൽഡിലവർ പരസ്പരം ഏറ്റുമുട്ടുന്ന പോലെയാണ് ഹോറാക്കിന് തോന്നിയതുപോലും. അവരുടെ ആ കുഴഞ്ഞുമറിഞ്ഞ പ്രകടനം ഹോറാക്കിനെ അത്ഭുതപ്പെടുത്തി. പ്രത്യേകിച്ചും ഹംഗറിയിൽ നടക്കുന്ന ഹോംലെസ് വേൾഡ് കപ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഈ ടീമിനെ പരിശീലിപ്പിക്കേണ്ട ചുമതല ഹോറാക്കിനാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ഹോറാക്ക് ടെൻഷനിലായി. മാത്രമല്ല ദക്ഷിണ കൊറിയ ആ ടൂർണമെന്റിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കാൻ പോകുന്നതും. എന്തായാലും തീരുമാനവുമായി മുന്നോട്ടു പോകാൻ ഹോറാക്ക് തീരുമാനിച്ചു. രാവിലെ ഹോറാക്ക് മൈതാനത്തേക്ക് വരികയായിരുന്നു. യഥാർത്ഥത്തിൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി ചിത്രീകരണവും നടക്കുന്നുണ്ട്. പക്ഷേ ഹോറാക്കിന്റെ അഭിനയം മിൻസുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് അത്രമേൽ ആത്മാർത്ഥതയില്ലാത്ത രീതിയിലായിരുന്നു. ആദ്യ കൂടിക്കാഴ്ചയുടെ കൂടുതൽ ആത്മാർത്ഥതയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കണം എന്ന് പറഞ്ഞ സോമിൻ അത് വീണ്ടും റീഷൂട്ട് ചെയ്യാൻ ഉത്തരവിട്ടു. എന്നാലേ സിനിമയ്ക്ക് പ്രേക്ഷകരുടെ ഹൃദയം തൊടാനാകൂ എന്നാണ് സോമിൻ പറയുന്നത്. പക്ഷെ ഹോറാക്കിന് ദേഷ്യം വന്നു. ഷോട്ട് ആവർത്തിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഡോക്യുമെന്ററിയിൽ അഭിനയം സ്വാഭാവികമായി തന്നെ കാണിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന് തോന്നിയത്. അസ്വസ്ഥയായ സോമിൻ ഹോറാക്കിനെ മാറ്റി നിർത്തി സംസാരിച്ചു. ഹോറാക്ക് തന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തതിലുള്ള ദേഷ്യം സോമിൻ പ്രകടിപ്പിച്ചു. മാത്രവുമല്ല മത്സരം അടുത്ത് വരികയാണെന്നും പ്രേക്ഷകരുടെ ഹൃദയം തൊടുന്നൊരു വീഡിയോ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിർമ്മിക്കണമെന്നും അവർ വ്യക്തമാക്കി. ഹോറാക്കിന്റെ സഹകരണം
അത്യാവശ്യമാണെന്നും സോമിൻ എടുത്തു പറഞ്ഞു. പിന്നീട് ചിത്രീകരണം പുനരാരംഭിച്ചു. ഹോറാക്ക് ആത്മവിശ്വാസത്തോടെയും ഗൗരവത്തോടെയും ടീമിന് മുമ്പിൽ സ്വയം പരിചയപ്പെടുത്തുകയും വീഡിയോ ആ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തു. ഹോറാക്ക് ഭവനരഹിതരായ ടീമിനെ പ്രചോദിപ്പിക്കാൻ ശ്രമിച്ചു. വൈകാതെ കളിക്കാരുടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ തിരഞ്ഞെടുപ്പ് വെറുമൊരു ചടങ്ങായിരുന്നു. ജീവിതത്തിൽ ഇരുണ്ട അധ്യായങ്ങളുള്ള ചില കളിക്കാരെയായിരുന്നു സോമിൻ ആ ടീമിലേക്ക് മനഃപൂർവ്വം തിരഞ്ഞെടുത്തത്. ഭവനരഹിതരുടെ കഥ പറയുന്നതിലൂടെ ഹൃദയസ്പർശിയായ ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കാൻ കഴിയും എന്ന് സോമിൻ പ്രതീക്ഷിച്ചു. ഇതിനിടയിൽ ഭവനരഹിതരോട് പന്ത് ഗോളാക്കി മാറ്റാൻ വേണ്ടി അടിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവരിൽ പലർക്കും ഫുട്ബോൾ കളിയിൽ തുടക്കക്കാരായതുകൊണ്ട് നല്ല രീതിയിൽ കളിക്കാനേ പറ്റിയില്ല. അവരുടെ പ്രവൃത്തികൾ കണ്ട് ഹോറാക്ക് നിശബ്ദനായി പോയി. പങ്കെടുത്ത നിരവധി ആളുകളിൽ കിം ഹ്വാൻഡോങ് എന്ന പേരുള്ള ഒരു വൃദ്ധൻ മാത്രമായിരുന്നു ഗോൾ നേടിയത്. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹമാകട്ടെ പ്രായമായവനായിരുന്നു. അത്രമേൽ പ്രായമായവൻ. എന്തായാലും അന്ന് വൈകുന്നേരം ഹോറാക്ക് പോലീസ് തിരയുന്ന തന്റെ അമ്മയെ രഹസ്യമായി കണ്ടു. കൂടിക്കാഴ്ചക്കിടയിൽ അമ്മ ഹോറാക്കിനോട് പണം ആവശ്യപ്പെട്ടു. ഹോറാക്കിന്റെ അമ്മ പലരെയും വഞ്ചിച്ച് വഞ്ചനാ കേസിൽപ്പെട്ടിരുന്നു. അതോടെ പോലീസിന്റെ വാണ്ടർ ലിസ്റ്റിലുമുണ്ട്. തന്റെ പക്കൽ പണമില്ലെന്ന് ഹോറാക്ക് അമ്മയോട് പറഞ്ഞു. എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുന്ന അമ്മയുടെ മനോഭാവം അവന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നിരുന്നാലും അമ്മയായതുകൊണ്ട് ഹോറാക്കിന് അവരോട് കരുതലുണ്ടായിരുന്നു. പിന്നാലെ അമ്മ ഒരു ലജ്ജയുമില്ലാതെ തന്റെ പുതിയ കാമുകനെ ഹോറാക്കിന് പരിചയപ്പെടുത്തി. അമ്മയുടെ പെരുമാറ്റം കണ്ട് ഹോറാക്കിന് നിശബ്ദനായി അങ്ങനെ നിൽക്കാനേ സാധിച്ചുള്ളൂ. അടുത്ത ദിവസം ബോംസു എന്ന പേരുള്ള കളിക്കാരിൽ ഒരാൾ ടീം വിടാൻ തീരുമാനിച്ചതായി സോമിനിന് വാർത്ത ലഭിച്ചു. ബോംസുവിനെ ടീമിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു അപ്പോൾ സോമിനിന്റെയും ഹോറാക്കിന്റെയും ചുമതല. അതോടെ കഥ ബോംസുവിന്റെ ജീവിതത്തിലേക്ക് തിരിയുന്നു. ജീവിക്കാൻ യോഗ്യമായ ഒരു ചെറിയ വീട് വേണം എന്ന സ്വപ്നമായിരുന്നു ബോംസുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബോംസ് കഠിനാധ്വാനിയായ ഒരു തൊഴിലാളിയായി മാറിയിരുന്നു. എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന് ജോലിസ്ഥലത്ത് വെച്ച് ഒരു അപകടം സംഭവിച്ചു. ആ അപകടത്തിന്റെ ഫലമായി സമ്പാദിച്ച പണമത്രയും ചികിത്സയ്ക്കായി അദ്ദേഹത്തിന് ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വന്നു. ബോംസു അങ്ങനെ ദാരിദ്ര്യത്തിൽപ്പെടുകയും ഭവനരഹിതനായി മാറുകയും ചെയ്തു. താമസിക്കാൻ ഇടമില്ലാത്തതിനാൽ അദ്ദേഹം തെരുവിലുറങ്ങാൻ തുടങ്ങി. തെരുവിലെ ജീവിതത്തിനിടയിൽ ബോംസുവിനെ പലരും ഉപദ്രവിച്ചു. ജീവിക്കാനുള്ള ആവേശം പോലും ഒടുവിൽ ബോംസുവിൽ കെട്ടുടങ്ങിപ്പോയി. ഒരു ദിവസം ജിൻജു എന്നു പേരുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിന് അടുക്കൽ വരുന്നതുവരെ അത് തുടർന്നു പോന്നു. അവൾ ബോംസുവിന്റെ മുറിവുകൾ ശുശ്രൂഷിക്കാൻ വന്നതായിരുന്നു. ജിൻജു മാനസിക വൈകല്യമുള്ള ഒരു സ്ത്രീയാണെങ്കിലും ബോംസു അവൾക്കായി നൽകിയ സ്നേഹം അത്രമേൽ ആത്മാർത്ഥമുള്ളതായിരുന്നു. അവളോടുള്ള ഇഷ്ടം കാരണം അവളെ സഹായിക്കാൻ ബോംസു തീരുമാനിച്ചു. ബോംസു അങ്ങനെ പണം സമ്പാദിക്കാൻ പത്രങ്ങൾ വിൽക്കാൻ ആരംഭിച്ചു. ഇപ്പോഴും ബോംസു പത്രം വിൽക്കുകയാണ് ചെയ്യുന്നത്. താമസിയാതെ ഹോറാക്കും സോമിനും ബോംസുവിനെ സമീപിച്ചു. പത്രം വിൽക്കുന്നതിൽ ബോംസുവിനെ സഹായിക്കാൻ ഹോറാക്ക് ശ്രമിച്ചു. പക്ഷേ ഹോറാക്ക് തന്നെ ബുദ്ധിമുട്ടുകയാണ് ചെയ്യുന്നത് എന്നായിരുന്നു ബോംസു ചിന്തിച്ചത്. ബോംസു പെരുമാറ്റത്തിൽ അല്പം പരുക്കനാണെങ്കിലും അദ്ദേഹത്തിന് വളരെ നല്ലൊരു ഹൃദയമുണ്ടായിരുന്നു. പത്രവിൽപ്പന കഴിഞ്ഞപ്പോ ബോംസു ഹോറാക്കിനെ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. അത് ജിൻജുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായിരുന്നു. ജിൻജു ഒരിക്കലും സംസാരിക്കാറില്ല എന്ന് ബോംസു ഹോറാക്കിനോട് പറഞ്ഞു. പക്ഷേ എഗ് ഓംലെറ്റ് കഴിക്കുമ്പോ അവൾ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യും. അതൊക്കെ കേട്ടതും ഹോറാക്കിനും സോമിനും ഒരു ആശയം തോന്നി. അവർ ജിൻജുവിനെ അഭിമുഖം ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നാൽ ജിൻജു സംസാരിക്കില്ലല്ലോ, അതുകൊണ്ടത് ബുദ്ധിമുട്ടായിരിക്കും എന്നായിരുന്നു ബോംസു പറഞ്ഞത്. ഹോറാക്ക് പക്ഷേ ബ്രെഡ് ഓംലെറ്റ് നൽകി ജിൻജുവിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ജിൻജു ദീർഘമായി സംസാരിച്ചു. സംസാരത്തിനിടയിൽ ജിൻജുവിന് ഫുട്ബോൾ ഇഷ്ടമാണെന്ന് അവൾ പറയുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ ഹോറാക്കിന്റെ സുന്ദരമായ മുഖം കാണുന്ന തിരക്കിലായിരുന്നു. ജിൻജുവിന് ഫുട്ബോളിനോടുള്ള താല്പര്യത്തെക്കുറിച്ച് ബോംസു അറിഞ്ഞതും അവൾക്ക് വേണ്ടി ഒരു ഫുട്ബോൾ കളിക്കാരനാകാൻ അവൻ ഉറപ്പിച്ചു. അതോടെ ബോംസു വീണ്ടും ടീമിലേക്ക് മടങ്ങി വരാം എന്ന് പറഞ്ഞു. പരിശീലനത്തിനിടയിൽ ബോംസുവിനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരാൻ എങ്ങനെ കഴിഞ്ഞുവെന്ന് ഹോറാക്കിന്റെ സഹതാരങ്ങൾ അദ്ദേഹത്തോട് തിരക്കി. ഒരു വലിയ ചിരിയോടെ താൻ ഒരു ബ്രെഡ് ഓംലെറ്റ് നൽകി സ്വാധീനിച്ചതാണ് എന്നായിരുന്നു ഹോറാക്ക് മറുപടി നൽകിയത്. ടീം പുരോഗതി പ്രാപിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട സോമിൻ ഹോറാക്കിന് തന്റെ അഭിനന്ദനം അറിയിച്ചു. അങ്ങനെ പരിശീലനം തുടരുന്നതിനിടയിൽ ഒന്ന് സംഭവിച്ചു. അമിതാവേശത്തിലായ ബോംസു അബദ്ധത്തിൽ ഹ്വാൻഡോങ്ങിന് പരിക്കേൽപ്പിച്ചു. വൃദ്ധനായ ആ മനുഷ്യന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഗോൾ നേടാൻ കഴിയുന്ന ഒരേ ഒരു കളിക്കാരൻ കൂട്ടത്തിൽ ഹ്വാൻഡോങ് മാത്രമായിരുന്നു. മത്സരിക്കാൻ തനിക്കിനിയും അവസരം നൽകണം എന്ന് ഹ്വാൻഡോങ് ഹോറാക്കിനോട് അപേക്ഷിച്ചു. ഒരു മാസത്തിനുള്ളിൽ തന്റെ അസുഖം ഭേദമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഹ്വാൻഡോങ്ങിന്റെ ആരോഗ്യം കണക്കിലെടുത്ത് അദ്ദേഹത്തെ കളിയിൽ ഉൾപ്പെടുത്തണ്ടെന്നായിരുന്നു ഹോറാക്ക്
ഹോറാക്ക് തീരുമാനിച്ചത്. ആ സമയം ഹ്വാൻഡോങ് തന്റെ ഭൂതകാലത്തെക്കുറിച്ച് ഹോറാക്കിനോട് പറഞ്ഞു. വളരെ വലിയൊരു കമ്പനിയിലെ CEO ആയിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. എന്നാൽ ലൗകിക സുഖങ്ങളിൽ മുഴുകിയ അദ്ദേഹം പിന്നീട് ലൈംഗികതയ്ക്കും മദ്യത്തിനും അടിമയായി മാറി. ഒരു പിതാവെന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തങ്ങൾ പോലും അവഗണിക്കാൻ അതൊക്കെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. മാത്രവുമല്ല, അദ്ദേഹം തന്റെ മക്കളെയും ഭാര്യയെയും മറക്കുക പോലും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് ഹ്വാൻഡോങ് ഒരു ക്രിമിനൽ കേസിൽപ്പെട്ടത്. ദീർഘകാലം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. മോചിതനായപ്പോ അദ്ദേഹത്തിനൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. വീട്ടിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തിന് നാണക്കേട് തോന്നി. അങ്ങനെയാണ് അദ്ദേഹം ഭവനരഹിതനായി മാറിയത്. തന്റെ മകൾക്കും ഭാര്യയ്ക്കും തന്നെക്കുറിച്ച് അഭിമാനം തോന്നാൻ താനൊന്നും ചെയ്തിട്ടില്ലെന്നും അങ്ങനെ എന്തെങ്കിലും നേടാനാണ് താൻ വീണ്ടും ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ ഒരുപാട് മാറിയെന്നും നല്ല മനുഷ്യനായി എന്നുള്ള കാര്യവും തന്റെ കുടുംബം അറിയാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹാൻഡോങ്ങിന്റെ ആ കഥ കേട്ടപ്പോ ഹോറാക്കിന്റെ ഹൃദയമലിഞ്ഞു. വീണ്ടും ടീമിൽ ചേരാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം പരിഗണിക്കാൻ ഒടുവിൽ ഹോറാക്ക് തയ്യാറായി. പക്ഷേ പരിശീലനവും കളിയും തുടരണമല്ലോ. പരിക്കേറ്റ ഹ്വാൻഡോങ്ങിന് ഇനി കളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലത്തെ കഥക കളിക്കാരെ കണ്ടെത്താൻ ഹോറാക്കും സോമിനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ ആശയക്കുഴപ്പത്തിലുമായി. ഒടുവിൽ കിം മിൻ സുൻ എന്ന പേരുള്ള ഒരാളെ ഈ മത്സരത്തിൽ ഉൾപ്പെടുത്താം എന്ന് സോമിനിന്റെ അസിസ്റ്റന്റ് നിർദ്ദേശിച്ചു. പ്രണയനൈരാശ്യം അനുഭവിച്ച ഒരു യുവാവാണ് ഇൻസുൻ. കഥയവിടെ നിന്നും ഇൻസുനിന്റെ സങ്കടകരമായ ഭൂതകാലത്തിലേക്ക് തിരിയുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇൻസുൻ ഒരു അനാഥാലയത്തിലായിരുന്നു വളർന്നത്. അനാഥാലയത്തിൽ വെച്ച് ഇൻസുനിനെ അവന്റെ സുഹൃത്തുക്കൾ എപ്പോഴും കളിയാക്കുമായിരുന്നു. എന്നാൽ പിന്നീട് അവൻ മായ എന്നു പേരുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. മായ ഇൻസുനിന്റെ സുഹൃത്തായി മാറി. കൗമാരപ്രായത്തിലും അവർ സുഹൃത്തുക്കളായി തുടർന്നു. ഒടുവിൽ അവർ വളർന്നപ്പോ ആ സൗഹൃദം പ്രണയമായി. എന്നാൽ നിർഭാഗ്യവശാൽ ആ സമയത്തൊരു പ്രകൃതി ദുരന്തമുണ്ടായി. ആ പ്രകൃതി ദുരന്തത്തിൽ മായ കാണാതായി. ഇന്നുവരേക്കും അവളെ കണ്ടെത്താനായിട്ടില്ല. ഇൻസുൻ ഇപ്പോൾ തെരുവിൽ ജീവിക്കുന്നു. അവൻ പത്രം വിൽക്കുന്നുണ്ട്. കൂട്ടത്തിൽ കാണാതായ ആളുകളുടെ പോസ്റ്ററുകൾ വിതരണം ചെയ്യുന്നു. എന്നെങ്കിലും മായയെ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ കഥ പ്രസന്റിലേക്ക് വരുന്നു. ഹോറാക്ക് ഇൻസുനിന്റെ അടുത്ത് വന്ന് ഫുട്ബോൾ ടീമിൽ ചേരാനായി ക്ഷണിച്ചു. പത്രം വിൽക്കാൻ ഹോറാക്ക് ഇൻസുനിനെ സഹായിക്കുന്നുമുണ്ട്. ഇൻസുനോട് പറഞ്ഞു, നീ ഫുട്ബോൾ ടീമിൽ ചേർന്നാൽ സോമിൻ ഇതെല്ലാം ഡോക്യുമെന്ററിയാക്കി മാറ്റും. അത് സംപ്രേഷണം ചെയ്യും. മായ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ടെലിവിഷനിൽ ഇൻസുനിനെ കാണും. വീണ്ടും നിന്നെ ബന്ധപ്പെടും. അത് കേട്ടതും ഇൻസുനിനും അതിൽ താല്പര്യം തോന്നി. ഫുട്ബോൾ ടീമിൽ ചേരാൻ അവൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇൻസുനിനെ കളി പഠിപ്പിക്കുക എന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല. മൂവ് ചെയ്യുന്ന ഫുട്ബോൾ ഗോളാക്കാൻ ഇൻസുനിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം പെനാൽറ്റി പോലെ അടിച്ചാൽ അവൻ നിഷ്പ്രയാസം അത് ഗോളാക്കുകയും ചെയ്യും. പരിശീലനം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ കൂടുതൽ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ അവരുടെ ഡോക്യുമെന്ററി കൂടുതൽ ശ്രദ്ധേയമാക്കാൻ കളിക്കാരുടെ അടുക്കൽ കുറച്ചുകൂടി കർശനമായി പെരുമാറാൻ സോമിൻ ഹോറാക്കിനോട് ആവശ്യപ്പെട്ടു. അതോടെ അതീവ ആവേശത്തിൽ ഹോറാക്ക് കളിക്കാരിൽ കർശനമായി അച്ചടക്കം തുടർന്നു. അവർ വളരെ ക്ഷീണിതരാണെങ്കിൽ പോലും അവരോട് കളിക്കാൻ ഹോറാക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി കളിക്കാർ ഹോറാക്കിനെതിരെ തിരിഞ്ഞു. ഹോറാക്കിനെ ഒരു മത്സരത്തിന് വെല്ലുവിളിച്ചു. ഹോറാക്കും ഹോറാക്കിനെതിരെ 5 കളിക്കാരും മത്സരിക്കും. ആരാണോ ജയിക്കുന്നത് അവർക്ക് 20,000 വോൺ ലഭിക്കും. അതാണ് പന്തയം. ഹോറാക്ക് അതിന് സമ്മതിച്ചു. വൈകാതെ മത്സരം തുടങ്ങി. പക്ഷെ മത്സരത്തിൽ വളരെ എളുപ്പത്തിൽ 5 പേർക്കെതിരെ ഹോറാക്ക് വിജയിച്ചു. വിജയം ആഘോഷിക്കാൻ അദ്ദേഹം ചില ആഘോഷ പ്രകടനങ്ങൾ വരെ നടത്തി. പിന്നീട് ഹോറാക്കിനൊരു ആശയം തോന്നി. നാട്ടിലെ മിഡിൽ സ്കൂൾ കുട്ടികൾക്കെതിരെ തന്റെ ടീമിനെ ഒരു സൗഹൃദ മത്സരത്തിനിറക്കുക. വാശിയുണ്ടെങ്കിലേ അവർ കൂടുതൽ നന്നായി കളിക്കൂ. അങ്ങനെ കുട്ടികളുമായി കളിച്ചപ്പോ ആദ്യം ഹോറാക്കിന്റെ ടീം പരാജയപ്പെട്ടു. എന്നാൽ ഹോറാക്ക് പ്രചോദനം നൽകിയ ശേഷം അടുത്ത കളിയിൽ അവരുടെ ആവേശം പുറത്തു വന്നു. ആ കളിയിൽ അവർ വിജയിക്കുകയും ചെയ്തു. പുരോഗതി പതിയെ ആണെങ്കിലും പരിശീലനം ഗൗരവത്തിൽ തുടർന്നുകൊണ്ടിരുന്നു. ആ ഭവനരഹിതരായ കളിക്കാർ തോറ്റ് പിന്മാറിയതേയില്ല. പക്ഷെ അവർക്കിടയിലേക്ക് അടുത്ത പ്രശ്നം കടന്നു വന്നു. അവരുടെ സ്പോൺസർമാർ സ്പോൺസർഷിപ്പ് പിൻവലിച്ചു. മത്സരം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് പുതിയ ഫണ്ട് കണ്ടെത്തണം. ഹോറാക്കിന്റെ അമ്മ ജയിലിലായതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. അതോടെ ഹോറാക്കും കൂടുതൽ നിരാശനായി മാറി. ഒടുവിൽ ഹോറാക്ക് തന്റെ അമ്മയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ ഉറച്ച തീരുമാനിച്ചു. അമ്മയെക്കുറിച്ചോർത്ത് അവൻ പിന്നീട് ആകുലപ്പെട്ടതേയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി പാർക്കിലൂടെ നടന്നു വരുമ്പോ ജിഞ്ചുവിനെ കുറച്ചുപേർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ഹോറാക്ക് കണ്ടു. അവൻ സ്വയം മുന്നോട്ട് വന്ന് അവളെ സഹായിച്ചു. ഉപദ്രവിക്കാൻ വന്ന ആളുകളോട് ഏറ്റുമുട്ടി ജിഞ്ചുവിനെ രക്ഷപ്പെടുത്തി.
പക്ഷേ നിർഭാഗ്യവശാൽ ആ കേസ് മീഡിയക്ക് മുമ്പിലെത്തി. അത് വൈറലായി. ജിൻജുവിന് മാനസിക വൈകല്യമുള്ളതിനാൽ ഹോറാക്കാണ് ആക്രമണം തുടങ്ങിയത് എന്ന തരത്തിലേക്ക് കേസ് മാറി. മാത്രമല്ല ജിൻജുവാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് യാതൊരു പ്രസ്താവനയും നൽകിയതുമില്ല. അതോടെ ഹോറാക്ക സംഘർഷത്തിലെ പ്രതിയായി മുദ്രകുത്തപ്പെട്ടു. ഹോറാക്കിന്റെ പുറകെ വിട്ടൊഴിയാതെ ഇങ്ങനെ കേസുകൾ വരുന്ന കാരണം ഫുട്ബോൾ അധികൃതർ ഹോറാക്കിന്റെ പേര് നന്നാക്കുന്ന ആ പരിപാടിയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു. വീണ്ടും ഹോറാക്ക് എന്ന പേരുമാറ്റി ഹോങ്ഡെ എന്ന് തന്നെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ ആരംഭിച്ചു. ഹോങ്ഡെ കുഴപ്പത്തിലായി എന്നറിഞ്ഞ ഭവനരഹിതരായ ഫുട്ബോൾ കളിക്കാർ ഈ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചു. ഹോങ്ഡെ നിരപരാധിയാണെന്ന് അവർ ശക്തമായി വിശ്വസിച്ചു. എന്നിരുന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു. ഹോങ്ഡയെ അവർ പ്രധാന പ്രതിയാക്കി. മറുഭാഗത്ത് ഹോങ്ഡയെ സഹായിക്കാൻ സോമിൻ രഹസ്യമായി ജിൻജുവിനെ സമീപിച്ചു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചറിയാൻ അവൾ ശ്രമിച്ചു. ഒടുവിൽ ജിൻജു സംസാരിക്കാൻ സമ്മതിച്ചു. സംഭവങ്ങളുടെ ക്രമം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വിശദീകരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ആരോ ഈ സംഭവം റെക്കോർഡ് ചെയ്തിരുന്നതായും ജിൻജു പറയുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് ഹോറാക്കിനെതിരെ പ്രശ്നമുണ്ടാക്കിയത്. അത് ആരാണ് എന്ന് അന്വേഷണം തുടങ്ങി. തെളിവുകൾ ഒടുവിൽ പുറത്തു വന്നതോടെ മാധ്യമങ്ങൾ ഹോങ്ഡെയുടെ പേര് ഉടനടി ശുദ്ധീകരിച്ചു. ഹോറാക്ക് അഥവാ ഹോങ്ഡെയുടെ ജിൻജുവിനെ സഹായിക്കാനുള്ള ധീരമായ പ്രവൃത്തി അദ്ദേഹത്തിന് പെട്ടെന്ന് നല്ല പേര് നേടിക്കൊടുത്തു. ഉടനടി അദ്ദേഹത്തിനൊരു ഹീറോ പരിവേഷം ലഭിച്ചു. മാധ്യമങ്ങളിൽ ഹോറാക്കും ടീമുമെല്ലാം നിറഞ്ഞതോടെ പിന്മാറിയ സ്പോൺസർമാർ വീണ്ടും അദ്ദേഹത്തെയും ടീമിനെയും പിന്തുണയ്ക്കാനെത്തി. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങിയിരുന്നല്ലോ. അതോടെ ഫുട്ബോൾ അധികൃതർ ഹോങ്ഡെയിൽ കൂടുതൽ സാധ്യതകൾ കണ്ടു. ഭവനരഹിതരുടെ കോച്ചാകുന്നത് നിർത്തി മറ്റൊന്നിലേക്ക് ചേക്കേറാൻ അവർ നിർദ്ദേശിച്ചു. അതിനായി ഹോങ്ഡെയെ പ്രലോഭിപ്പിക്കുന്ന വലിയൊരു ഓഫറും ഫുട്ബോൾ അധികൃതർ വെച്ചു. ആ ഓഫർ ഹോങ്ഡെയെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി. അടുത്ത ദിവസം വീണ്ടും പരിശീലനം തുടരുകയാണ്. പരിശീലനം കഴിഞ്ഞപ്പോ ഹോങ്ഡെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരോട് ക്ഷമ ചോദിച്ചു. കോച്ച് സ്ഥാനത്ത് നിന്ന് താൻ രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. ആ തീരുമാനം ആ കളിക്കാരെ ആകെ ആശയക്കുഴപ്പത്തിലും നിരാശയിലുമാക്കി. പ്രത്യേകിച്ചും അവരൊരു നല്ല പങ്കാളിത്തവും ആത്മബന്ധവും കെട്ടിപ്പടുക്കാൻ തുടങ്ങിയതേയുണ്ടായിരുന്നുള്ളൂ. എല്ലാം പകർത്തിക്കൊണ്ടിരുന്ന സോമിനാകട്ടെ നിരാശയിൽ ഹോങ്ഡെയോട് ഒറ്റയ്ക്ക് സംസാരിച്ചു. സ്വന്തം ജീവിതം നിയന്ത്രിക്കാൻ കഴിയാത്ത ഹോങ്ഡെയുടെ ജീവിതം ദയനീയമാണെന്ന് സോമിൻ അയാളോട് പറഞ്ഞു. ഹോങ്ഡെ പക്ഷെ അത് അംഗീകരിച്ചില്ല. നമ്മൾ രണ്ടാളും ഇപ്പോൾ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണുള്ളത് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു ചെയ്തത്. അവരിരുവരും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഭവനരഹിതരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഹോങ്ഡെയുടെ അമ്മ ജയിലിൽ നിന്നിറങ്ങി. ഹോങ്ഡെ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നു. അമ്മയോടൊപ്പം അയാൾ ഭക്ഷണം കഴിച്ചു. താനിനി ജേജു ദ്വീപിൽ തന്റെ കാമുകനൊപ്പം ജീവിക്കാൻ പോവുകയാണെന്നും അവിടെ പുതിയ ജീവിതം ആരംഭിക്കുമെന്നും ഹോങ്ഡെയുടെ അമ്മ പറഞ്ഞു. പിന്നീടവർ ഹോങ്ഡെക്കൊപ്പം ഇരുന്ന് ഹോങ്ഡെ കളിക്കാരനായിരുന്ന ഒരു ഫുട്ബോൾ മത്സരം കണ്ടു. അവൻ ഗോൾ നേടുന്നത് കണ്ടപ്പോ അവന്റെ അമ്മയ്ക്ക് വളരെ അഭിമാനം തോന്നി. വൈകാതെ ആ അമ്മ ഹോങ്ഡെയോട് ക്ഷമ ചോദിച്ചു. എനിക്കൊരിക്കലും എന്റെ മോനൊരു നല്ല അമ്മയാവാൻ കഴിഞ്ഞില്ല എന്നവർ ഖേദം പ്രകടിപ്പിച്ചു. നാളുകൾ വീണ്ടും മുന്നോട്ടു പോയി. ഭവനരഹിതരായ ഫുട്ബോൾ കളിക്കാർ മത്സരത്തിന് ഹംഗറിയിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുകയാണ്. മത്സര ദിവസം ഹോങ്ഡെ കോച്ചായി തങ്ങളോടൊപ്പം വരാത്തതിൽ അവർ വളരെ നിരാശരായിരുന്നു. പക്ഷെ പെട്ടെന്ന് വസ്ത്രം മാറി ഹോങ്ഡെ അങ്ങോട്ടേക്കെത്തി അവർക്കൊപ്പം നടന്നു വരാൻ തുടങ്ങി. അവർ അത് കണ്ട് അതിശയിച്ചു. അപ്പോഴാണ് വ്യക്തമാകുന്നത് അവരുടെ കോച്ചായി തന്നെയാണ് ഹോങ്ഡെ എത്തിയിരിക്കുന്നതെന്ന്. ഫുട്ബോൾ അധികൃതർ വാഗ്ദാനം ചെയ്ത പ്രോഗ്രാമിൽ ചേരുന്നതിന് പകരം ഭവനരഹിതരുടെ കോച്ചായി തുടരാനാണ് ഹോങ്ഡെ തിരഞ്ഞെടുത്തത്. അതറിഞ്ഞതും ടീമിനിടയിൽ അത് ആവേശമുണർത്തി. ടീം കൂടുതൽ ശക്തവും ഊർജ്ജസ്വലമാവുകയും ചെയ്തു. വൈകാതെ ഹംഗറിയിലെത്തി മത്സരം ആരംഭിച്ചു. കളിക്കാരുടെ ആവേശം പ്രകടവും ഉജ്ജ്വലവുമായിരുന്നു. എന്നാൽ മത്സരത്തിനിടയിൽ മറ്റ് രാജ്യങ്ങൾ കളിക്കുന്നത് കണ്ട് ദക്ഷിണ കൊറിയൻ ടീമിലെ അംഗങ്ങൾക്ക് ചെറിയൊരു ഭയം തോന്നി. ഇതൊക്കെയാണെങ്കിലും മത്സരിക്കാൻ അവർ ഇപ്പോഴും ഉയർന്ന ആവശ്യത്തിലായിരുന്നു. അങ്ങനെ ദക്ഷിണ കൊറിയൻ ടീമിന്റെ ഊഴമെത്തി. എന്നാൽ മറ്റ് രാജ്യങ്ങളിലെ കളിക്കാരുടെ മികവ് കാരണം ആ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടു. ഇത് കണ്ട ഹോങ്ഡെ എതിർ ടീമിന്റെ കഴിവ് അംഗീകരിക്കുകയും തന്റെ ടീമിനായി ഒരു പ്ലാൻ ഇല്ലായിരുന്നു എന്ന കാര്യം സമ്മതിക്കുകയും ചെയ്തു. അത് കേട്ടതും സോമിൻ അസ്വസ്ഥയായി. ഒരു കോച്ചിന് എപ്പോഴും തന്റെ കളിക്കാർക്ക് വേണ്ടി നല്ലൊരു തന്ത്രം ഉണ്ടായിരിക്കണം എന്നവൾ പറഞ്ഞു. ആദ്യ മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ ടീമിന് ഗോൾ നേടാനായില്ല. അന്തിമ സ്കോർ 12-0 കൂടാതെ ഹംഗറിയിൽ നടന്ന വൈകുന്നേരത്തെ പാർട്ടിയിൽ ബോംസുവിന് പരിക്കേറ്റു. അത് ടീമിന്റെ ലൈനപ്പിനെ ബാധിച്ചു. ആശങ്കാകുലയായ സോമിൻ ഒടുവിൽ കമ്മിറ്റിയോട് ഒരു പരിഹാരം ആവശ്യപ്പെട്ടു. ഭാഗ്യവശാൽ മറ്റ് ടീമുകളിൽ നിന്ന് ലഭിക്കുമെങ്കിൽ
2 സബ്സ്റ്റിറ്റ്യൂട്ടുകളെ നിങ്ങൾക്ക് ടീമിൽ ഉപയോഗിക്കാം എന്ന് കമ്മിറ്റി പറഞ്ഞു. അങ്ങനെ സോമിൻ അതിന് ശ്രമിച്ചു. 2 ബ്രസീലിയൻ കളിക്കാരെ ടീമിലേക്ക് എത്തിക്കാൻ സോമിനിന് കഴിഞ്ഞു. രണ്ടാമത്തെ മത്സരത്തിൽ അവരുടെ സഹായത്തോടെ ദക്ഷിണ കൊറിയൻ ടീം 5-1 സ്കോറിന് വിജയിച്ചു. നിർഭാഗ്യവശാൽ നേടിയ ഗോളുകളെല്ലാം ബ്രസീലിയൻ കളിക്കാരുടെ ശ്രമഫലമായിരുന്നു. വിജയിച്ചിട്ടും ബ്രസീലിയൻ കളിക്കാരുടെ സഹായത്തിലാണ് വിജയം നേടിയെന്നതിനാൽ ദക്ഷിണ കൊറിയ ടീം അപ്പോഴും പരാജയപ്പെട്ടതായിട്ടായിരുന്നു കണക്കാക്കപ്പെട്ടത്. ദക്ഷിണ കൊറിയൻ കളിക്കാർക്ക് ആ ഫലത്തിൽ നിരാശ തോന്നി. അങ്ങനെ മൂന്നാമത്തെ മത്സരമായി ദക്ഷിണ കൊറിയ ജർമ്മനിയോട് പോരാടണം. മാത്രവുമല്ല, അപ്പോൾ ജർമ്മനിയായിരുന്നു ഏറ്റവും ശക്തരായ ടീം. അത് കേട്ടപ്പോൾ തന്നെ ദക്ഷിണ കൊറിയൻ കളിക്കാരുടെ ആവേശം പെട്ടെന്ന് ചുരുങ്ങിപ്പോയി. വിജയിക്കണമെങ്കിൽ ബ്രസീലിയൻ കളിക്കാരുടെ സഹായം വേണം എന്ന് ഹോങ്ഡെ പറഞ്ഞു. പക്ഷേ ഹോങ്ഡെ ഒരു കാര്യം എടുത്തു സൂചിപ്പിച്ചു. സ്വന്തം ടീമിലുള്ളവരല്ലാതെ പുറത്തുനിന്നുള്ളവർ ഗോൾ നേടി നമ്മൾ വിജയിച്ചാൽ അതൊരു വിജയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്ക്. നിങ്ങൾക്ക് വിജയിക്കണോ അതോ ചരിത്രം സൃഷ്ടിക്കണമോ എന്ന്. നിങ്ങളുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളാണ് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുക. സോമിൻ ആ വാക്കുകൾ കേട്ട് നിശബ്ദയായി ഇരുന്നതേയുള്ളൂ. ആദ്യമായി ഹോങ്ഡെ സോമിനിന്റെ തിരക്കഥയില്ലാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയായിരുന്നു. ബ്രസീൽ കളിക്കാരുടെ സഹായമില്ലാതെ തങ്ങളുടെ പരമാവധി ചെയ്യാൻ ഹോങ്ഡെയുടെ കളിക്കാർ തീരുമാനിച്ചു. വൈകാതെ ആവേശത്തോടെ ജർമ്മനിക്കെതിരെയുള്ള മത്സരത്തിന് അവരിറങ്ങി. അത് ദക്ഷിണ കൊറിയൻ ടീമിന് കഠിനമായ മത്സരമായിരുന്നു. അവർ പലപ്പോഴും വീണുകൊണ്ടേയിരുന്നു. എങ്കിലും അവർ തോറ്റു പിന്മാറിയില്ല. എഴുന്നേറ്റു. നിരന്തരം പരാജയപ്പെടുമെന്ന ഘട്ടം വന്നിട്ടും അവരുടെ ആവേശമൊട്ടും മങ്ങിയില്ല. അവരുടെ ആവേശം കണ്ട് കാണികൾ അവരെ പിന്തുണയ്ക്കാൻ തുടങ്ങി. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കാണികൾ പോലും ദക്ഷിണ കൊറിയയെ പിന്തുണച്ചു. കളിക്കാരുടെ ആത്മാർത്ഥതയെപ്പറ്റി കമന്റേറ്റേഴ്സ് വാക്കുകൾ ഒഴുക്കി. പെട്ടെന്ന് മായെപ്പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ തന്റെ ഹെഡ് ബാൻഡ് ഇൻസുന് കൊടുത്തു. അത് ഇൻസുനെ വളരെ സന്തോഷിപ്പിക്കുകയും അവനെ ഊർജ്ജസ്വലനാക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഹ്വാൻഡോങ്ങിന് പരിക്കേറ്റിട്ടും പഴയതുപോലെ ഓടാൻ കഴിയാതിരുന്നിട്ടും അദ്ദേഹം മൈതാനത്തിറങ്ങി. ഗോൾ കീപ്പർ ആവാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. ഗോളാവാമെന്ന പന്ത് ചടുലതയോടെ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ടേക്ക് വെറും വിജയത്തിനായിരുന്നില്ല ആ ടീം ശ്രമിച്ചത്. ചരിത്രം സൃഷ്ടിക്കാൻ ഒരു ഗോളെങ്കിലും നേടാനായിരുന്നു അവർ ആഗ്രഹിച്ചത്. അവസാന നിമിഷം വരെ അവർക്കുള്ള പിന്തുണ മുഴങ്ങി നിന്നു. ഒടുവിൽ അവസാന നിമിഷത്തിൽ ദക്ഷിണ കൊറിയ ഒരു ഗോൾ നേടി. കളിക്കാരും കാണികളും വളരെ സന്തുഷ്ടരായി. അവർ പരാജയപ്പെട്ടിരുന്നു. പക്ഷെ ആ ഗോൾ അവരുടെ ജീവിതത്തിലെ ചരിത്രപരമായ നിമിഷമായി അവർ നോക്കിക്കണ്ടു. ആ മത്സരത്തിൽ ഏറ്റവും മികച്ച നവാഗത ടീമായി ദക്ഷിണ കൊറിയ അംഗീകരിക്കപ്പെട്ടു. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ഡോക്യുമെന്ററി റിലീസായതിന് പിന്നാലെ മിൻസുനിന്റെ ആ ഡോക്യുമെന്ററി വൈറലാവുകയും നല്ല റേറ്റിംഗ് ലഭിക്കുകയും ചെയ്തു. അതവരെ അത്രമേൽ അത്ഭുതപ്പെടുത്തി. ഇൻസുൻ പത്രം വിറ്റും മായത്തിരഞ്ഞും തന്റെ ജീവിതം തുടർന്നുകൊണ്ടിരുന്നു. ദീർഘകാലമായി വീട്ടിലേക്ക് മടങ്ങാതിരുന്ന ഹ്വാൻഡോങ് ഒടുവിൽ വീട്ടിലേക്ക് മടങ്ങാനുള്ള ധൈര്യം കണ്ടെത്തി. തന്റെ മകളിപ്പോൾ ഒരമ്മയായെന്നും തനിക്കൊരു പേരക്കുട്ടിയുണ്ടെന്നും അദ്ദേഹം സന്തോഷത്തോടെ നോക്കിക്കണ്ടു. അതേസമയം ബോംസുവും ജിൻവുവും തങ്ങളുടെ ബന്ധം തുടർന്നു. ഹോങ്ഡെ നല്ല പേര് വീണ്ടെടുത്ത് വീണ്ടും ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തി. ഇത്തവണ ഹോങ്ഡെയുടെ മനോഗതിയിൽ പൂർണ്ണമായ മാറ്റം വന്നിരുന്നു. അതീവ ആവേശത്തോടെ അദ്ദേഹം കളിക്കാനിറങ്ങി. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ മികച്ചു നിന്നു. അദ്ദേഹത്തിന്റെ അമ്മയും ഭവനരഹിതരായ സുഹൃത്തുക്കളും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനെത്തിയിരുന്നു. ഹോങ്ഡെ ആ മൈതാനത്തെ താരമായി മാറുന്നു എന്ന് കാണിച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ഫുട്ബോൾ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.